കാക്കനാട് ഇടച്ചിറയിലെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ. പത്തിരിക്കട എന്ന ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച 3 കുട്ടികൾക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇവരെ പ്രവേശിപ്പിച്ചു. ലേബി സജീന്ദ്രൻ നൽകും കൂടുതൽ വിവരങ്ങൾ. ലേബി സജീന്ദ്രൻ, ഈ കുട്ടികൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? എന്തായിരുന്നു അവർ കഴിച്ചത്? ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച മറ്റാളുകൾക്കും അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടിട്ടുണ്ടോ? സുജയ, വെള്ളിയാഴ്ച രാത്രിയോടുകൂടിയാണ് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടായത്. ഇടച്ചിറയ്ക്കടുത്തുള്ള കാക്കനാട് ഇടച്ചിറയിലുള്ള പത്തിരിക്കട എന്ന ഹോട്ടലിൽ നിന്ന് പൊറോട്ടയും പത്തിരിയും കടലയുമാണ് കുട്ടികൾ കഴിച്ചത്. അന്ന് വെള്ളിയാഴ്ച പുലർച്ചെ കഴിക്കുന്നു. വൈകിട്ടോടുകൂടി ബുദ്ധിമുട്ടുണ്ടാകുന്നു. ശനിയാഴ്ച ഇവരെ മെഡിക്കൽ കോളേജ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുന്നു. ഇതിൽ 3 കുട്ടികൾക്ക് തൃക്കാക്കര സൗത്ത് ഡിവൈഎഫ്ഇ മേഖലാ സെക്രട്ടറി എൽദോയുടെ മക്കൾക്കാണ് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നത്. 3 കുട്ടികൾക്ക്, അതായത് 10 വയസ്സുള്ള കുട്ടി, 5 വയസ്സുള്ള കുട്ടി, 2.5 വയസ്സുള്ള കുട്ടി, 3 കുട്ടികൾക്കാണ് ഛർദിലും അതുപോലെ തന്നെ വയറിളക്കവും പനിയും ഉണ്ടായത്. ഇതേ തുടർന്ന് പെട്ടെന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. അല്പം സുഖം തോന്നിയതിനെ തുടർന്ന് ഡിസ്ചാർജായി വീട്ടിൽ വരുന്നു. എന്നാൽ പെട്ടെന്ന് ഞായറാഴ്ച വീണ്ടും പനിക്കുന്നു. വീണ്ടും ആശുപത്രിയിൽ പോകുന്നു. ഈ സമയത്ത് ഹോട്ടലിൽ ചെന്ന് വിവരം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചതാണ് പ്രശ്നത്തിന് കാരണം. എന്നാൽ ഹോട്ടൽ ഉടമകൾ ബന്ധപ്പെടുകയോ മറ്റൊന്നും ഉണ്ടായില്ല എന്നും ഇവർ ആരോപിക്കുന്നുണ്ട്. ഏതായാലും ഇത്തരത്തിൽ ഒരു വാർത്ത വന്നതിനെ തുടർന്ന് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഇവരിൽ നിന്ന് മൊഴിയെടുത്തിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് ഹോട്ടലിൽ പരിശോധന നടത്തുന്നുമുണ്ട്. ഏതായാലും അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച മറ്റുള്ളവർക്കാർക്കെങ്കിലും ഇത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇതുവരെ അത്തരത്തിലൊരു വാർത്ത വന്നിട്ടില്ല. ആരും പരാതിയുമായി വന്നിട്ടുമില്ല. ഏതായാലും കുട്ടികളിൽ 2 പേർക്ക് ഇപ്പോൾ അത്യാവശ്യം അവരുടെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട്. 5 വയസ്സുള്ള കുട്ടിക്ക് ഛർദിൽ തുടരുന്നുമുണ്ട്. സുജയ, ലേബി, ഈ ഹോട്ടലിൽ ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനയൊക്കെ നടക്കുന്നതാണോ? കൃത്യമായ പരിശോധനകൾ എല്ലായിടങ്ങളിലും നടക്കേണ്ട ഒരു സമയമാണല്ലോ. പ്രത്യേകിച്ചും ഈ ഒരു മഴക്കാലത്തേക്ക് എത്തുന്നതിന് മുൻപ് സാധാരണഗതിയിൽ നടക്കാറുള്ളതാണ്. ഇത്തവണ മഴ നേരത്തെ എത്തി, അതുകൊണ്ട് ഈ പരിശോധനകളും ആ മഴ പോലെ അങ്ങ് പോവുകയാണോ? നടക്കുന്നുണ്ടോ അതൊക്കെ? സുജയ, ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന ഏതാണ്ട് കൃത്യമായി നടക്കുന്ന സ്ഥലമാണ് കൊച്ചി. കൊച്ചിയിലെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന കാര്യക്ഷമമായി പുരോഗമിക്കാറുണ്ട്. അങ്ങനെയാണ് ഈ മോശം ഭക്ഷണ സാധനങ്ങളൊക്കെ ഹോട്ടലിൽ നിന്ന് പിടിക്കുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് സുജയ. ഭക്ഷണ സാധനങ്ങൾ പിടിക്കുന്നു, ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടപടിയെടുക്കുന്നു, ഹോട്ടൽ താൽക്കാലികമായി അടയ്ക്കുന്നു, പിന്നീട് അത് തുറക്കുന്നു, വീണ്ടും ഇതൊക്കെ ആവർത്തിക്കുന്നു. ഇതിനൊരു ശാശ്വതമായ പരിഹാരം കൊച്ചിയിലെ ഹോട്ടലുകളിലൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. ഏതെങ്കിലും രീതിയിൽ ഇത്തരത്തിൽ പരാതി ഉയരുന്ന സന്ദർഭത്തിൽ മാത്രമാണ് പരിശോധന നടത്തി അതിൻ്റെ ഒരു അപകടാവസ്ഥയൊക്കെ നമുക്ക് പൊതുസമൂഹത്തിനും ബോധ്യം വരിക. ഭക്ഷ്യവകുപ്പ് കാര്യക്ഷമമായി ഉണർന്ന് പ്രവർത്തിക്കുന്നതും ആ ഘട്ടത്തിലാണ്. ഇല്ലെങ്കിൽ സാധാരണ നിലവിലുള്ള പരിശോധനകളൊക്കെ നടക്കുന്നു, നടപടിയെടുക്കുന്നു, ഹോട്ടലിന് നോട്ടീസ് കൊടുക്കുന്നു, വീണ്ടും ആ ഹോട്ടൽ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ് ആരോഗ്യവകുപ്പ്. പ്രത്യേകിച്ച് മഴക്കാലമാകുന്നു. ഈ സമയത്ത് കൂടുതൽ പകർച്ചവ്യാധികൾക്കുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഫുഡ് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാക്കനാട്ടെ ഒരു ഹോട്ടലിൽ തന്നെ ഏകദേശം 4 മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് ഇതുപോലെ തന്നെ ഒരു കുടുംബത്തിലെ കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടായ വാർത്ത. അതുണ്ടാകുന്ന സമയം ആ ഹോട്ടലിനെതിരെ നടപടി വരും. അത്രത്തോളം അപ്പോൾ ഈ പരിശോധനകളൊക്കെ മുറയ്ക്ക് നടക്കുന്നുണ്ട് എങ്കിൽ പോലും അത് കാര്യക്ഷമമായ നടപടികളിലേക്ക് എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ആവണം ഇത്തരത്തിൽ വളരെ ലാഘവ ബുദ്ധിയോടുകൂടി ഹോട്ടലുകൾ പഴകിയ ഭക്ഷണങ്ങൾ വിൽക്കുന്ന ഒരു രീതി അവലംബിക്കുന്നത്. സുജയ. ഓക്കെ, ലേബി സജീന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.